Hi, hello, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ശരിക്കും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ 2 കൈപ്പിടി നിറയെ റാഗി എടുത്തിട്ടുണ്ട്. റാഗി ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ രാവിലത്തേക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ചെറിയൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അതിൻ്റെ കംപ്ലീറ്റ് തോടും എല്ലാം കളയുന്ന രീതിയിൽ വേണം അരിക്കാനായിട്ട്. ചെറിയ അരിപ്പയിൽ തന്നെ വേണം അരിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് പാല് നമുക്ക് കിട്ടിയിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതായത് റാഗി അരയ്ക്കാനും ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കാറ്, കുറച്ചും കൂടെ ഹെൽത്തി ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട, ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഈ ക്യാരറ്റിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ റോബസ്റ്റ് പഴമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനി റോബസ്റ്റ് പഴത്തിന് പകരമായിട്ട് നമുക്ക് ഇതിൽ ഏത് പഴം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഏത്തപ്പഴം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഏത്തപ്പഴം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഏത്തപ്പഴമാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച റോബസ്റ്റ് പഴവും ബീട്രൂട്ടും കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഞാൻ അരമുറി നാളികേരത്തിൽ അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റാഗിയും ക്യാരറ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ റാഗിയും കൂടെ ചേർത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഒക്കെ അവരുടെ ശരീരത്തിലേക്ക് എത്തും. അതേപോലെ തന്നെ നമ്മൾക്കും വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഇത് ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡിന് പകരമായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.